ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 154-ാം ജന്മദിനമാണ് ഇന്ന്. എല്ലാ വർഷവും ഒക്ടോബർ 2-നാണ് നമ്മൾ ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. ലോകത്തിന് മുന്നിൽ പുത്തൻ സമരമാർഗമായ അഹിംസയും നോൺ വയലൻസും മുന്നോട്ട് വെച്ച ഗാന്ധിയോടുള്ള ആദരസൂചകമായി ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിക്കാൻ 2007 ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിരുന്നു. ഏക് താരിഖ് ഏക് ഘണ്ട ഏക് സാദ് ആണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ തീം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിക്കുന്നത്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിഭായ്. 1887 ഗാന്ധിജി മെട്രിക്കുലേഷൻ പാസ്സാവുന്നത്. 1883 കസ്തൂർബയുമായുള്ള വിവാഹം. 1885 അച്ഛൻ കരംചന്ദ് ഗാന്ധിയുടെ മരണം അദ്ദേഹത്തെ തളർത്തി. 1887 അദ്ദേഹം ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുന്നത്. 1891 ബാരിസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് അദ്ദേഹം തിരികെ മടങ്ങിയെത്തി. പിന്നീട് 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് കറുത്ത വർഗക്കാർക്കെതിരെ നടക്കുന്ന വർണ്ണവിവേചനം ശരിക്കും അനുഭവിച്ചറിഞ്ഞു. കറുത്ത വർഗക്കാർക്കായി സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 1896 തിരിച്ച് ഇന്ത്യയിലേക്ക് ഭാര്യയോടൊപ്പം വീണ്ടും ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങി. 5 വർഷങ്ങൾക്ക് ശേഷം 1901 ഇന്ത്യയിലെത്തി കൽക്കത്ത കോൺഗ്രസിൽ വോളണ്ടിയറായി. 1906 ബ്രഹ്മചര്യം സ്വീകരിച്ചു. ശേഷം 1910 ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു. 1915 മഹാകവി ടാഗോർ മഹാത്മാ എന്ന് വിളിച്ച് ഗാന്ധിജിയെ ആദരിച്ചു. 1917 സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്. 1918 ചർക്കയിൽ നൂൽ നൂൽക്കാൻ ആരംഭിച്ചു. 1920 കുപ്പായവും തൊപ്പിയും ഉപേക്ഷിച്ച് അർദ്ധനഗ്നനായ ഫക്കീറായി മാറി. 1922 നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ഇതിന്റെ ഫലമായി 6 കൊല്ലം കഠിന തടവിന് വിധിച്ചു. ജയിൽ ജീവിതകാലത്താണ് ഗാന്ധിജി തന്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത്. പ്രശസ്തമായ ദണ്ഡിയാത്ര നടത്തുന്നത് 1929 തന്റെ 72 അനുയായികൾക്കൊപ്പമായിരുന്നു യാത്ര. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സേവാശ്രമം സ്ഥാപിക്കുന്നത് 1935 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1944 കസ്തൂർബ അന്തരിച്ചു. അഘാഖാൻ പാലസ് ജയിൽ വാസത്തിനിടയിലായിരുന്നു അവരുടെ അന്ത്യം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. 1947 ഇന്ത്യ വിഭജനം ഗാന്ധിജിയെ വല്ലാതെ വേദനിപ്പിച്ചു. 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലമാണ് ദ മാർട്ടിയേഴ്സ് കോളം എന്നറിയപ്പെടുന്ന രക്തസാക്ഷി കോളം. 1948 ജനുവരി 31 രാജ്ഘട്ടിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആർജവമുള്ള ആളായിരുന്നു മഹാത്മാഗാന്ധി. വംശീയ വിദ്വേഷത്തെ അദ്ദേഹം തുറന്നെതിർത്തു. തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ സ്വാതന്ത്ര്യ സമരാവേശത്തിന് പുത്തൻ പാത വെട്ടിത്തുറക്കുകയായിരുന്നു ഗാന്ധിജി. ഇന്ത്യൻ ജനതയെ ഒന്നിച്ചു നിർത്താനും സമാധാനപരമായ നിയമലംഘന പ്രസ്ഥാനത്തിൽ അണിചേർക്കാനും ഗാന്ധിക്കായി. അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യയിലെ കൊളോണിയൽ ഭരണത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ നിരവധി ആളുകൾ സജീവമായി പങ്കെടുത്തു. സത്യ, അഹിംസ, സ്വയം ഭരണം എന്നിങ്ങനെ ലോകമെമ്പാടുമുള്ള നിരവധി പൗരാവകാശ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനമായത് ഗാന്ധിജിയുടെ ദർശനങ്ങളാണ്. അമേരിക്കൻ പൗരാകാശ പ്രവർത്തകനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മഹാത്മാഗാന്ധിയുടെ വീക്ഷണം ഉയർത്തിപ്പിടിച്ചിരുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 2 അദ്ദേഹത്തോട് ആദരമർപ്പിക്കാനും അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും നിരവധി പരിപാടികളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഡൽഹിയിലെ രാജ്ഘട്ട്, മുംബൈയിലെ മണിഭവൻ, ഗുജറാത്തിലെ സബർമതി ആശ്രമം എന്നിങ്ങനെ മഹാത്മാഗാന്ധിക്ക് സമർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഈ ദിവസം ധാരാളം ആളുകൾ സന്ദർശിക്കാറുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.